ജുജുത്സു കൈസന്റെ ലോകത്ത് പൈതൃകമായി ലഭിച്ച ഓരോ സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചാണ് ഓരോ സോഴ്സറേഴ്സും അവരുടെ കേഴ്സ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരാൾ മാത്രം എല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുന്നു. വിധിയിൽ ഉറപ്പില്ലാത്ത ഒരു ചൂതാട്ടക്കാരൻ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വ്യവസ്ഥകളെ തന്നെയാണ് തകർക്കുന്നത്. കാരണം ജാക്ക്പോട്ട് എന്ന ഫീവർ നിങ്ങൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോരാടുന്നത് ഒരു സോഴ്സറിനോടല്ല, മറിച്ച് യുദ്ധലഹരി ബാധിച്ച് അമരനായി തീർന്ന ഒരു യോദ്ധാവിനോടാണ്. ഇത് പരിധിയില്ലാത്ത കേഴ്സ് എനർജികൾക്കും ഓട്ടോമാറ്റിക് റീജനറേഷനും എ ലൂപ്പ് ഓഫ് എൻലെസ് ജാക്ക്പോട്ട്സിനും വഴിയൊരുക്കുന്നു. അതെ, ഇതൊരു ടെക്നിക്കൊന്നുമല്ല, ഒരു ആയുധമായി മാറിയ സാധ്യതയാണിത്. അതെ, 4 മിനിറ്റും 11 സെക്കൻഡും ദൈർഘ്യമുള്ള ഈ സാധ്യതയുടെ പൂർണ്ണമായ അമർത്യത ആഹൂതിയായി അർപ്പിച്ച് നൃത്തം ചെയ്യുന്ന യോദ്ധാവിൻ്റെ പേരാണ് കിഞ്ചി ഹക്കാരി. ഓക്കെ ഫൈൻ, കിഞ്ചി ഹക്കാരി. ജുജുത്സു കൈസൻ സീസൺ 3 തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദി ക്യാരക്ടർ ഇൻട്രൊഡക്ഷനാണ് ഈ പറയുന്ന കിഞ്ചി ഹക്കാരി. ഇന്ന് നമ്മൾ കിഞ്ചി ഹക്കാരിയുടെ ലൈഫ് സ്റ്റോറി, പവർ സെറ്റ്, എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. സോ ആദ്യം തന്നെ ആരാണ് ഈ കിഞ്ചി ഹക്കാരി? ദ സോഴ്സറർ ഹു ടേൺസ് ലക്ക് ഇൻ ടു വെപ്പൺ എന്ന് തന്നെ പറയാം. സോ ആദ്യം നമുക്ക് അതിൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കാം. കിഞ്ചി ഹക്കാരി എന്ന് പറയുന്നത് ടോക്കിയോ ജുജുത്സു ഹൈയിലെ 3rd ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യെസ്, ഫ്രം ദി സ്റ്റാർട്ട് ഉൾപ്പെടെ അദ്ദേഹത്തിന് ഒരു ടാലൻറ്റഡ് ആയിട്ട്, ഡേഞ്ചറസ് ആയിട്ട്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ഹക്കാരി ആരെയാണ് റെസ്പെക്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അതോറിറ്റീനെ, ആ ഒരു സിസ്റ്റത്തിനെ, ഒരു ട്രഡീഷനെ, ജുജുത്സു പൊളിറ്റിക്സിനെ, ഇവയൊന്നും ഹക്കാരി ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹയർ അപ്സിന് കിഞ്ചി ഹക്കാരിയോട് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് ജനിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജുജുത്സു ഹൈയിൽ നിന്ന് അദ്ദേഹം സസ്പെൻഡ് ആകുന്നത്. യെസ്, ഹക്കാരി വാസ് സസ്പെൻഡഡ്. സത്യം പറഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്തൊന്നും ആക്കിയെന്ന് പറയുന്നില്ല, നോട്ട് എക്സ്പെൽഡ്, ബട്ട് സസ്പെൻഡ് ചെയ്തു. എന്തുകൊണ്ട്? കാരണം ഹയർ അപ്സിനെ ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്ത ഒരാളാണ് ഈ പറയുന്ന കിഞ്ചി ഹക്കാരി. അവരുടെ റിജിഡ് ഐഡിയോളജിനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിജക്റ്റ് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കേഴ്സ്ഡ് ടെക്നിക്കും ഡൊമൈൻസും ഇംപ്രോപ്പർ ആയിട്ടാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഹയർ അപ്സ് കണക്കാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെനിൻ പ്ലാനിലൊക്കെ പോലെ വീക്ക്നെസ്സിനെ ഭയക്കുന്ന കൺസർവേറ്റീവ് ഹയർ അപ്സ് അല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത, പരമ്പരാഗത രീതി പിന്തുടരാത്ത എല്ലാവരെയും തന്നെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കിഞ്ചി ഹക്കാരി. ഹക്കാരിയുടെ ഫിലോസഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീവർ എന്നാണ് അദ്ദേഹം എല്ലാം പറയുന്നത്. അതായത് ഹക്കാരി ബിലീവ്സ് ഇൻ ഫീവർ, പനി എന്നൊക്കെ വേണമെങ്കിൽ പറയാലോ. അദ്ദേഹം എന്തുകൊണ്ടാണ് ആ ഒരു ഫിലോസഫിയും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസിനെ, അതായത് പവർ എപ്പോഴാണോ പീക്ക് ചെയ്യുന്നത്, ഇമോഷൻസ് അപ്പോൾ പീക്ക് ചെയ്യും. അപ്പോൾ ലക്ക് കോൺഫിഡൻസ് രീതിയിൽ ഫോളോ ചെയ്യും. ആ ഒരു മൊമെൻറ്റം എല്ലാ പ്ലാനിങ്ങിനെയും ബീറ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വെൻ ഐ ആം ഓൺ എ റോൾ ഐ ആം അൺസ്റ്റോപ്പബിൾ എന്ന്. ഈ ഒരു മൈൻഡ് സെറ്റ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈലും ഡൊമൈൻ എക്സ്പാൻഷനും ഗ്രോത്ത് ആസ് എ സോഴ്സറിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ അദ്ദേഹം സസ്പെൻഡ് ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഒരു ഫൈറ്റ് ക്ലബ്ബ് അല്ലെങ്കിൽ ഹക്കാരിയുടെ വേൾഡ് നിർമ്മിക്കുകയാണ്. അതായത് ഹക്കാരി സസ്പെൻഷൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു അണ്ടർഗ്രൗണ്ട് ജുജുത്സു ഫൈറ്റ് ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇല്ലീഗൽ കേഴ്സ് ബാറ്റിൽസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻലി ഗാംബ്ലിംഗ് ആണ്, ചൂതാട്ടം വെച്ചുള്ള ഇത് സത്യം പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ എലൈറ്റ് സൊസൈറ്റിയോടുള്ള ഒരു എതിർപ്പും ഏണിങ് സ്ട്രെങ്തും അത് ഇൻഹെറിറ്റ് ചെയ്തല്ല നേടേണ്ടതെന്നുള്ള ഒരു ഐഡിയോളജിനെയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഹക്കാരിയുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടർ അനാലിസിസും നോക്കുകയാണെങ്കിൽ ഹക്കാരി ഒരു ലൗഡ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര അരഗൻറ്റും അഗ്രസീവുമാണ്, സർപ്രൈസിംഗ്ലി ഷാർപ്പുമാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മളൊന്ന് ഡീപ്ലി അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം നല്ല രീതിയിൽ ഓരോ വ്യക്തിയെയും എക്സ്ട്രീംലി വെല്ലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മൊമെൻറ്റവും അവരുടെ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഗോജോനെയൊക്കെ പോലെ ഗോഡ് കോംപ്ലക്സോ അല്ലെങ്കിൽ യൂജിൻ്റെ ഒരു ഗിൽട്ട് ഫീലോ ഇത് രണ്ടും നമ്മുടെ ഹക്കാരിക്കില്ല. ഹക്കാരി ഫുൾ ഓൺ കോൺഫിഡൻസും ഇൻസ്റ്റിങ്ക്റ്റിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കേഴ്സ്ഡ് ടെക്നിക്, പ്രോബബിലിറ്റി ആൻഡ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ മെച്ചം. ഹക്കാരീസ് കേഴ്സ് ടെക്നിക് ഈസ് ഡീപ്ലി ടൈഡ് ടു പ്രോബബിലിറ്റി, ചാൻസ്, റിസ്ക്, റിവാർഡ്. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കേഴ്സ്ഡ് ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ. യെസ്,
അത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ പ്രൊബബിലിറ്റിയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഡൊമൈനിൽ ഔട്ട്സൈഡിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മെയിൻലി റിലൈ ചെയ്യുന്നത് റോ കേഴ്സ്ഡ് എനർജിയും പിന്നെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ കോമ്പാക്റ്റും ഒക്കെയാണ്. ഇനിയിപ്പോൾ ഡൊമൈൻ എക്സ്പാൻഷൻ ഐഡിയൽ ഡെത്ത് ഗ്യാമ്പിൾ എന്ന് പറയുന്ന അതിനെപ്പറ്റി ഒരു എൻറ്റയർ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഷോർട്ട് സമ്മറി രീതിയിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഡെത്ത് ഗ്യാമ്പിൾ എന്ന് പറയുന്ന സാധനമാണ്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് കോംപ്ലക്സ് ഡൊമൈൻസ് ഇൻ JJK എന്ന് തന്നെ പറയാം. ക്വിക്ക് സമ്മറി രീതിയിൽ പറയുകയാണെങ്കിൽ പേര് ഐഡിയൽ ഡെത്ത് ഗ്യാമ്പിൾ. ഡൊമൈൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്യാമ്പിളിംഗ് ഗെയിമാണ്. അതായത് ഹക്കാരി ഗ്യാമ്പിളിങ്ങിൽ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാക്ക് പോട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഈ ഒരു ഡൊമൈൻ വർക്ക് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ രീതിയിൽ പറയാം, എന്നാൽ കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ആ ഒരു ഡൊമൈൻ ആക്ടിവേറ്റ് ആയി ഓട്ടോമാറ്റിക്കലി ഒപ്പോണൻറ്റിലേക്ക് റൂൾസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹക്കാരി ഗ്യാമ്പിളിംഗ് ഗ്രൗണ്ടിലേക്ക് കിടക്കുന്നു. ഇഫ് ഹക്കാരി ജാക്ക് പോട്ട് ഗ്യാമ്പിളിങ്ങിൽ അടിച്ചാൽ ആ ഒരു ടൈമിൽ അൺലിമിറ്റഡ് കേഴ്സ് എനർജി അദ്ദേഹത്തിന് ലഭിക്കും. ഓട്ടോമാറ്റിക് റിവേഴ്സ് കേഴ്സ്ഡ് ടെക്നിക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇമ്മോർട്ടലായി മാറുമെന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് 11 സെക്കൻഡ് വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. സോ ഈ ഒരു ടൈമിൽ അദ്ദേഹം കേഴ്സ്ഡ് എനർജി തീർന്നു പോകത്തില്ല, അൺലിമിറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഓട്ടോമാറ്റിക്കലി ഹീൽ ചെയ്യും. അദ്ദേഹത്തിന് എത്ര നേരം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് 11 സെക്കൻഡിലും ഏറ്റവും വലിയ ഗോഡിനോട് പോലും അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്ത് നിൽക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ എഫക്റ്റീവ്ലി അൺകില്ലബിൾ ആണെന്ന് തന്നെ പറയാം. ഇമ്മോർട്ടൽ ആവുമെന്ന് തന്നെ പറയാം. ഇതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാക്ക് പോട്ട് അദ്ദേഹം ഒരു ലൂപ്പിലിടും. അതായത് ഈ ഒരു സാധനം തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അടുത്ത ഒരു ഗ്യാമ്പിളിംഗ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. അവിടെയും പ്രോബബിലിറ്റി ഇൻക്രീസ് ആകും, മൊമെൻറ്റും വീണ്ടും ബിൽഡ് ആകും. അങ്ങനെ ജാക്ക് പോട്ട് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് വീണ്ടും പോകും. വീണ്ടും അദ്ദേഹം റോൾ ചെയ്യും, പിന്നെയും അദ്ദേഹം അതിൽ ജയിക്കും, അനദർ ജാക്ക് പോട്ട് ഹിറ്റ് ചെയ്യും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതെത്ര നേരം അങ്ങ് പോകുന്നോ അത്രയും ഡേഞ്ചറസ് ആയിട്ട് ഹക്കാരി ബിക്കം ചെയ്യുമെന്ന് തന്നെ നിസ്സംശയം പറയാം. ഞാൻ പറഞ്ഞു ഇതൊരു ഷോർട്ട് സമ്മറൈസ് വേർഷൻ ഓഫ് ഹിസ് ഡൊമൈൻസ് എക്സ്പാൻഷൻ ആണ്. ഹക്കാരിയുടെ ഐഡിയൽ ഡെത്ത് ഗ്യാമ്പിളിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ എന്തുകൊണ്ട് ഡൊമൈൻസ് അദ്ദേഹത്തിന് ടെറിഫൈങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാനിപ്പുലേഷനും പ്രോബബിലിറ്റിയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരാണോ എതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അവർ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇമ്മോർട്ടൽ ഗോഡിനോടാണ്. മനസ്സിലായോ? ആ ഒരു രീതിയിലൊരു വ്യത്യാസമുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഹക്കാരി വേഴ്സസ് കാഷിമുമായിട്ടുള്ള ഫൈറ്റ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഇതിൽ പറയുന്നില്ല. നെക്സ്റ്റ്, അദ്ദേഹത്തിൻ്റെ കോമ്പാക്ട് സ്റ്റൈൽ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? അഗ്രസീവിലാണ്, ക്ലോസ് റേഞ്ചിൽ അദ്ദേഹം അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യും. പിന്നെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഉണ്ട്, നല്ല രീതിയിൽ ഹൈ എനർജി ഔട്ട്പുട്ട്, കേഴ്സ്ഡ് എനർജി ഔട്ട്പുട്ടും ഉണ്ട്. ഇനി അദ്ദേഹം എന്താണ് ഹക്കാരി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇമോഷൻ ഓവർ കാൽക്കുലേഷൻ എന്ന് തന്നെ പറയാം, ഫ്രീഡം ഓവർ ട്രഡീഷൻ, ആ ഒരു രീതിയിലുള്ള ഹക്കാരി എല്ലാം തന്നെ ബെറ്റിലങ്ങ് വെക്കും. ഇനിയിപ്പോൾ റിലേഷൻഷിപ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗോജോ ആയിട്ടാണ് കൂടുതൽ. ഗോജോ വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഹു ക്യാൻ സർപ്പാസ് സ്പെഷ്യൽ ഗ്രേഡ് ലിമിറ്റ്സ് എന്ന് ഗോജോ സ്വയം പറഞ്ഞിട്ടുള്ളത് ഹക്കാരിനെ തന്നെയാണ്. ഈവൻ നമ്മുടെ യൂട്ട പോലും പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിൽ അവൻ എന്നെക്കാളും മുകളിലും സ്ട്രോങ്ങറും ആകുമെന്ന്. ഇനി എന്തുകൊണ്ട് ഹക്കാരി ഇമ്പോർട്ടൻ്റ് ഇൻ JJK എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ, അതായത് ഇനി വരാൻ പോകുന്ന JJK സീസണുകളിൽ മേജർ ഫോഴ്സ് ഒക്കെ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. ടോപ്പ് ടയർ സോഴ്സറേഴ്സ് ആയിട്ടുള്ള ഫൈറ്റ് ഹക്കാരിക്കുണ്ട്. ഒരു വൈൽഡ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. സുക്കൂണയ്ക്കും കെൻജാക്കിൻ്റെയും പ്ലാനിന് എതിരെയുള്ള ഒരു വൈൽഡ് കാർഡാണ് ഹക്കാരി. സോ നമ്മുടെ ഒരു ഫൈനൽ വേർഡിക്കിൽ പറയുകയാണെങ്കിൽ കിഞ്ചി ഹക്കാരി നോട്ട് ദി സ്ട്രോങ്ങസ്റ്റ് സോഴ്സറർ ബട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് കൈൻഡ് ഓഫ് സോഴ്സറേഴ്സ്. കാരണം അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം എപ്പോഴും ജയിക്കുമെന്ന് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. സോ ഇതാണ് കിഞ്ചി ഹക്കാരിയെ പറ്റിയുള്ള ഒരു ക്വിക്ക് ഓവർവ്യൂ സമ്മറൈസ് രൂപേണ എല്ലാ കാനോണിക് എക്സ്പ്ലനേഷനും കൂടി നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. യെസ്, എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഡൊമൈൻ എക്സ്പാൻഷനും 1 വേഴ്സസ് ഫൈറ്റിൻ്റെ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് രൂപേണ പറഞ്ഞതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ക്യാരക്ടർ അനാലിസേഷൻ വീഡിയോ ആയിട്ടും ഫൈറ്റ് കോമ്പാക്ട് സ്റ്റൈൽ വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിഞ്ചി ഹക്കാരി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ പവർ സ്റ്റൈലും ഫൈറ്റ് കോമ്പാക്ട് സ്റ്റൈലും ക്യാരക്ടർ അനാലിസിസും ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ബേസിക്കലി എല്ലാ കാനോണിക് ഇവൻസും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്ത JJK വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. I told you long ago